ഇന്നൊരു ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ ഒരു രോഹു എടുത്തിട്ടുണ്ട്. അപ്പോൾ രോഹു തന്നെ ആവണ്ട, നമ്മുടെ കിളിമീൻ ചിറകിനൊക്കെ ഉണ്ടോ ആ ഒരു കളറും വാലൊക്കെ ഉണ്ടോ, വാലിൻ്റെ ഒക്കെ തുമ്പത്ത് കണ്ടോ ഒരു തത്തമ്മയുടെ കൂട്ട്. സമയം കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ രാത്രിയാവും, ലൈറ്റ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ഉറപ്പായിട്ടും ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ട് പോവുള്ളൂ. വലിയ സീനൊന്നുമില്ല, അത്യാവശ്യം നല്ല മീനാണ്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മീൻ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം വെട്ടി കണ്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ സാധനവും ഇതുപോലെ രണ്ടാക്കി ഇതങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, മീനിൻ്റെ തനിമ കളയാതെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നാരങ്ങ നീരൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം. മീനൊക്കെ നമ്മൾ ഓൾറെഡി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒരു നാരങ്ങ ഉപ്പും കൂടെ പിഴിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നല്ലൊരു വൃത്തിയായിക്കോട്ടെ. ഈ വെള്ളത്തിലോട്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇടാം കേട്ടോ. എന്ന് പറഞ്ഞാൽ മീൻ നന്നായിട്ടപ്പം ക്ലീൻ ആയിക്കോളും. ഇതിനകത്തിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഓരോ മീനും ഇതൊന്ന് വാഷ് ചെയ്തെടുക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഫുള്ള് പൊക്കോളും. ഈ വാഴയിലോട്ട് ഇടാം. നമ്മുടെ ഫിഷെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിനായിട്ട് കാന്താരി മുളകാണ് കേട്ടോ ഇടുന്നത്. ഇതിന് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് നമുക്ക് ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നാരങ്ങാ നീരുമൊക്കെ ഇതിൽ പുരട്ടിയെടുക്കണം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാ ഗ്രില്ലിനും എന്തിനാണെങ്കിലും ഉപയോഗിക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഇത് കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിച്ച് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് ചാലിച്ചെടുക്കാം, കട്ടിക്കിരിക്കുമല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? തനിനാടൻ. അപ്പം ഉറുമ്പൊക്കെ എത്തിയില്ല. നമുക്കിത് ആ മീനിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ അകത്ത് ആദ്യം എല്ലായിടത്തും നല്ല രീതിയിൽ മുള്ളുണ്ടാവും, നോക്കണം. എല്ലായിടത്തും നമ്മുടെ തലയുടെ ഉള്ളിലും വാലിൻ്റെ ഇവിടെയും എല്ലായിടത്തും ഈ നമ്മുടെ മാരിനേഷൻ എത്തണം. അങ്ങനെ ഇതെല്ലാത്തിലും ഇതുപോലെ തന്നെ ഈ പേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ അകത്തും പുറത്തുമൊക്കെ തേച്ചെടുക്കാം. ഉണ്ടോ, നല്ല രീതിയിൽ തിരിച്ചു മറിച്ച് എല്ലായിടത്തും പുരട്ടിയെടുത്ത് കുറച്ച് നേരം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയുണ്ട് നമുക്ക്. നമ്മുടെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഗ്രില്ലടിക്കാനേ കനൽ വേണം. നമ്മൾ വേറെ ചാർക്കോളൊന്നും മേടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ കനൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉള്ള പരിശ്രമത്തിലാണ്. ഈ മൊത്തത്തിലൊന്ന് കത്തിപ്പിടിച്ചാൽ കനലായിക്കോളും. വിറകൊക്കെ വെട്ടിക്കീറി കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ നാച്ചുറലായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ കറക്റ്റ് അന്തരീക്ഷം കൂടെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രിയായി, ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കിഡിലൻ സെറ്റപ്പാണ്. എടാ, നമ്മൾ ഈ ഒരു തീയൊക്കെ കത്തിച്ച് ഈ കാണുന്ന എൻ്റെ പൊന്നടാ, താടി ഇപ്പോൾ കത്തിപ്പോയാണ്. താടി കത്തിയോ? കുറച്ച് കഴിഞ്ഞ് പോയി. എന്തായാലും ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട്. ഇപ്പം സെറ്റപ്പ് ആയനെ. ഇപ്പോൾ എന്നാലും ഈ വിറവൊന്ന് കത്തിച്ചെടുത്തിട്ട് വേണം, കനലിൽ വേണമല്ലോ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ. പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങ് സീനൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ
നമുക്ക് ഇതുപോലുള്ള കിടിലൻ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം പിന്നെയും നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. വിറക് കത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കത്തി പിടിച്ചത് കനലാക്കി കനലിൽ ചുട്ടെടുത്ത ഫിഷും കൊണ്ട് നമ്മൾ ഒരു പൊളിക്കുമെന്ന്. തീയൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ വലിയ മീനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കറക്റ്റ് ഈ കമ്പിൻ്റെ മുകളിലേക്കാണ് വെക്കുന്നത്. തീ ഒരുപാട് കത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അത് കറക്റ്റ് വെച്ച സമയത്ത് തന്നെ തീ ആ സൈഡിലോട്ടായി. ഇത് മാറ്റണമല്ലോ. കറക്റ്റ് ഫിഷിലേക്ക് തീ എല്ലാം കൂടെ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും. അപ്പോൾ ഒരു സൈഡിലോട്ട് നമുക്ക് നീക്കി വയ്ക്കാം. ചെറിയ ചൂടടിച്ചാൽ മതി. അറിയാമല്ലോ ഫിഷ് ഇല്ലാവണമെങ്കിൽ. ആ ഒരു ചൂട് ഇരുന്നോട്ടെ. തീയാളി കരിഞ്ഞു പോരുതെന്ന് മാത്രം. ഓക്കെ, സംഭവം സെറ്റാണ്. ഇത് അടുപ്പേ വീഴുമോ? അപ്പം ഇങ്ങനെ വെക്കാം. ഒരെണ്ണം ഈ കോണിലോട്ട് വെച്ച് കൊടുക്കുക. ആ ചൂടടിച്ച് ആയിക്കോളും. നമുക്ക് ഈ വലുതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ കിളിമീനൊക്കെ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മൾ എന്താ പറയുക, കടയിൽ പോയിട്ട് മേടിച്ച് കഴിക്കുന്ന ആ ഒരു ഫീലിൽ ഒരിക്കലും എടുക്കരുത്. നമ്മൾ ആ ഒരു സെറ്റപ്പിലല്ല ചെയ്യുന്നത്. അറിയാമല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. ആ ഒരു വൈബിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. കണ്ടോ, രണ്ട് സൈഡും സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പ്യുവർ നാച്ചുറലായിട്ട് ചെയ്യുന്ന സാധനം. ഒരു കുറച്ച് നാരങ്ങാ നീരും കൂടെ അതിലോട്ടങ്ങ് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇത് മടക്കി പെടയ്ക്കാൻ അങ്ങോട്ട്. ടേസ്റ്റ് പൊളിയാണല്ലോ. മാരിനേഷൻ പൊളിയാട്ടോ. നമുക്ക് വേറെ ഇപ്പം ഫ്രൈക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണെന്നാൽ പൊളിയുണ്ട് കേട്ടോ. കിടു. നമ്മൾ രൂപമൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. സാധനം പൊളിയായിട്ടുണ്ട് കേട്ടോ. മാരിനേഷൻ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം അപ്പോൾ ഞാൻ ഒന്നും പറയാണ്ടിരിക്കുകയാണ് നല്ലത്. അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഫയർ ഷർട്ടിന് പിടിക്കുമോ? നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.